തുടരുമ്പോൾ നിയമസഭ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. നമ്മൾ അവിടേക്ക് പോവുകയാണ്. നിയമസഭയിലെ സംഘർഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം. കെ രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഭരണപ്രതിപക്ഷ പോരിന് പരിഹാരം കാണാൻ സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കന്മാരുടെ യോഗവും അല്പസമയത്തിനകം ചേരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ നിയമസഭയിൽ എന്താണ്? അശ്വതി, അല്പസമയം മുമ്പാണ് ഈ സഭാ നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ഒരു സംഘർഷ സാധ്യതയ്ക്ക് അയവ് വരുത്തുന്നതിനു വേണ്ടി സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും സ്പീക്കർ വിളിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്പീക്കറുടെ ഓഫീസിൽ വെച്ചാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. സമവായ നീക്കത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും സഭ ഇന്നും പ്രക്ഷുബ്ധമാകും, സംഘർഷഭരിതമാകും. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഒരുപോലെ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ എങ്ങനെ നേരിടണം എന്നത് തന്നെയാണ് ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് സ്പീക്കറെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് 15 ദിവസം കൂടി സഭ മുമ്പോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം. മാർച്ച് 31 വരെയാണ് സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കാൻ തീരുമാനമെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലയളവിലേക്ക് ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ സഭ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സ്പീക്കറെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി തീരും. ആ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നതിനുള്ള തീരുമാനം അവർ കൈക്കൊണ്ടതും. എന്തായാലും കെ രമ MLA ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായി പ്രതിപക്ഷവും മുമ്പോട്ട് നീങ്ങിയാണ്. എന്തായാലും വാച്ച് ആൻഡ് വാർഡിനെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നൊരു നിലപാടിൽ പ്രതിപക്ഷ MLA-മാർ എല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് സ്പീക്കർ കടന്നാൽ അത് ഉദ്യോഗസ്ഥർക്കിടയിലും അമർഷവും അതൃപ്തിയും ഉളവാക്കും. അതുകൊണ്ട് തന്നെ ഒരു നയപരമായ നീക്കത്തിലൂടെ ഒരു താക്കീത് നൽകി എല്ലാവരെയും ശാസിക്കുന്ന ഒരു നടപടി മാത്രമേ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇടയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം MLA-മാർക്കെതിരെ അടക്കം നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സഭാ നടപടികളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അസാധാരണമായ സംഭവങ്ങളാണ് ഇന്നലെ സഭയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഇനി സഭയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടക്കുന്ന ഈ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും.